ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക കൊണ്ടുള്ളൊരു പെപ്പർ ഫ്രൈ ആണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി വേണം, പിന്നെ 1 ടീസ്പൂണോളം പെരുംജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 2 ചെറിയ കഷ്ണം പട്ട, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ഏലക്ക, 2 ഗ്രാമ്പൂ. ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഒരു കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾക്ക് നിർത്താം. അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ സോയാബീൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് സോയാബീനും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കുക. ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട് സോയാബീൻ. ഇനി ഇതിപ്പം നന്നായിട്ട് തിളപ്പിച്ച് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നീളത്തിൽ അരിഞ്ഞതാണ് ഇടുന്നത്. ഒരു 2-3 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സവാള ഇതുപോലെ അരിഞ്ഞത് ചേർക്കുക. പിന്നെ 2-3 പച്ചമുളക് കീറിയതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ബാക്കി പൊടികൾ മുളക് പൊടി അങ്ങനെയുള്ളതൊന്നും ചേർക്കേണ്ട. ഇത് കുരുമുളകും പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി എടുക്കുക, ഇല്ലെങ്കിൽ വലിയ തക്കാളി ആണെങ്കിൽ ഒരു പകുതി മതി. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ പൊടി മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ കൂടെ ചേർക്കാം. സോയാബീനിൽ ഇട്ടത് അധികം പിടിച്ചിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് കളയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് എല്ലാം സോയാബീനൊക്കെ കൂടെ നമ്മൾക്ക് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടെ വെള്ളം ചേർക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ചേർക്കേണ്ട, ഒരു ഇച്ചിരി ആയിട്ടൊന്ന് കുറച്ച് ചേർത്തിട്ട് ഇനി ഈ വെള്ളമൊക്കെ കൂടെ മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കണം. ഇനി നമ്മൾക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി തൂവി കൊടുക്കാം. പിന്നെ ഒന്ന് നന്നായിട്ട് വരട്ടി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയിട്ട് ഇത് ഇതുപോലെ ആവണം. അപ്പോൾ നമ്മൾക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ അവസാനമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി റെഡിയാവും. കറിയല്ല, ഇത് ശരിക്കും ഒരു ഡ്രൈ ഗ്രേവിയാണ്. ഇനി ഇതിലും കൂടുതൽ വേണമെങ്കിൽ നമ്മൾക്ക് ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് ചുമ്മാ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.